മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു മാർച്ചിന് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് ഈ മഴയും തണവൽക്കളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മാർച്ച് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഏതുദ്ദേശപ്രകാരമാണ് നമ്മുടെ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പോലീസ് സംവിധാനം പ്രവർത്തിക്കേണ്ടത്? അവരുടെ ഉത്തരവാദിത്തം എന്താണ്? അവരുടെ കടമ എന്താണ്? അവരുടെ ധാർമ്മികത എന്താണ്? അത് ചെയ്യാതെ വന്നപ്പോ സാമൂഹ്യ വിരുദ്ധതക്ക്, സാമൂഹ്യ അപകടത്തിന് നേതൃത്വം കൊടുക്കുവാൻ സിഐയുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ അതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സാമൂഹ്യമായ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘപരിവാർ സംഘടനകൾക്ക് ഇങ്ങനെയൊരു മാർച്ചിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇവിടുത്തെ സിഐയും SIയും അധികാരമേറ്റിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. ഈ അവസരത്തില് ഈ ബദിയടുക്ക പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ജനപ്രതിനിധികളോ അല്ലെങ്കിൽ വിവിധ പാർട്ടിയുടെ നേതാക്കളോ പരിവാർ പ്രസ്ഥാനങ്ങളുടെ ആളുകളോ അവരുടെ പെരുമാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് മനസ്സിലായിട്ടുണ്ടാവും. ചില വ്യക്തികളോട് മാത്രമാണ് അവർക്ക് വിശേഷമായ ഒരു താല്പര്യമുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നമ്മുടെ ഒരു സഹോദരി നഷ്ടപ്പെട്ടിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇത് ചില ആളുകളുടെ പിന്നിൽ നടന്നുകൊണ്ട് അവര് തരുന്ന ആചാരം നാക്കിക്കൊണ്ട് ഹൈന്ദവ സംഘടനകൾക്ക് നേരെ തിരിഞ്ഞാൽ ശക്തമായ ഒരു പ്രതിഷേധമായിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇവിടെ എത്തുമെന്ന ഒരു സൂചന വേണ്ടിയാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു സൂചന മാത്രമാണ്. നമുക്കറിയാം, എത്രയോ ഉദ്യോഗസ്ഥന്മാർ നല്ല ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ കാര്യകർത്താക്കളും ഇരിക്കണം, അവിടെ ഇരിക്കണം. അറിയാം, അദ്ദേഹത്തെ ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം. നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, കള്ള് കച്ചവടത്തിന്, പെൺതാലിപത്തിനോ ഞങ്ങൾ ആ ഒരു നേതാക്കന്മാരും സ്റ്റേഷനെ സമീപിക്കാറില്ല. സത്യസന്ധമായ ആവശ്യത്തിന് മാത്രമേ ഈ സ്റ്റേഷനിൽ ഞങ്ങൾ സംഘപരിവാറിന്റെയും പാർട്ടിയുടെ ആളുകളെ SIയോ അല്ലെങ്കിൽ CIയോ ബന്ധപ്പെടാറുള്ളൂ. എന്താവശ്യത്തിന് ബന്ധപ്പെട്ടാലും ഒരു ധാർഷ്ട്യത്തിന്റെ സൗണ്ടോടുകൂടിയാണ് അദ്ദേഹം പെരുമാറുന്നത്. ഇന്ന് നിങ്ങൾ സംസാരിച്ചു പോയാൽ നാളെ വന്നാൽ അദ്ദേഹം ചോദിച്ചു നിങ്ങളാരാണ്? അതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. ഈ ഹിന്ദു പെൺകുട്ടി നമുക്ക് നഷ്ടമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് ഈ ജനങ്ങൾക്കും ഇവിടെ എത്തിയിട്ടുള്ള ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അന്വേഷിക്കേണ്ടതാണ്.